അടുത്തത് 8th ചാപ്റ്റർ ആണ്, കൊളോയിഡ്സ് ആണ്. എന്താണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്? കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ആണ്. മിക്സ്ചർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഓഫ് വൺ സബ്സ്റ്റൻസ് ആർ സസ്പെൻഡഡ് ഇൻ അനദർ. അത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. ഒരു സബ്സ്റ്റൻസിൽ മറ്റതുമായിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? ആ മിക്സ്ചറിന് എന്ത് പറയാം? കൊളോയിഡ്സ് എന്ന് പറയാൻ പറ്റും. ഇനി അതിന്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഇസ് ബിറ്റ്വീൻ 1 നാനോമീറ്റർ 100 നാനോമീറ്റർ. അതിന്റെ സൈസ്, പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? 1 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്ററിന്റെ ഇടയിലായിരിക്കണം. ഇറ്റ് പാസ് ത്രൂ ഓർഡിനറി ഫിൽറ്റേഴ്സ് പേപ്പർ. അത് പാസ് ചെയ്ത് വരുന്ന ഓർഡിനറി ഫിൽറ്റർ പേപ്പറിലൂടെയാണ്, ബട്ട് നോട്ട് ത്രൂ ആനിമൽ മെംബ്രെയിനിലൂടെ ആവരുത്. അതുപോലെ പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഓൺ ദെയർ ഓൺ. സ്വന്തമായിട്ട് സെറ്റിൽ ചെയ്യാതെ ബൈ സെൻട്രിഫ്യൂഗേഷൻ വഴിയായിരിക്കണം അത് ചെയ്യേണ്ടത്, സെറ്റിൽ ചെയ്യേണ്ടത്. ഒരിക്കലും സെറ്റിൽ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ആയിരിക്കരുത്. Then particles invisible ആയിരിക്കണം. പാർട്ടിക്കിൾസ് എപ്പോഴും ഇൻവിസിബിൾ ആയിരിക്കണം. ടു ദ നേക്കഡ് ഐ. നമ്മൾ സ്വന്തം കണ്ണുകളോട് നോക്കുന്ന സമയത്ത് എന്തായിരിക്കാം? ഇൻവിസിബിൾ ആയിരിക്കും. അതുപോലെ സൊല്യൂട്ട് സോൾവെന്റ് സെപ്പറേറ്റഡ് ബൈ ഓർഡിനറി ഫിൽട്രേഷൻ. സൊല്യൂട്ടിന് സോൾവെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത് ഓർഡിനറി ഫിൽട്രേഷൻ വഴിയായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് എന്ത് പറയാം? കൊളോയിഡ്സ് എന്ന് പറയാൻ പറ്റും. അടുത്തത് ആൽക്കോസോൾ ആണ്. ആൽക്കോസോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഇസ് ഡിസ്പെർഷൻ മീഡിയം. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഡിസ്പെർഷൻ മീഡിയത്തിൽ കിടക്കുകയാണ്. ഇതിന്റെ ആൽക്കോസോൾ എന്നും ഹൈഡ്രോസോൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഈസ് ഡിസ്പെർഷൻ, വാട്ടർ ആണ് ഡിസ്പെർഷൻ മീഡിയത്തിൽ കിടക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയാം? ഹൈഡ്രോസോൾ എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ലയോഫിലിക് ആണ്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലോവർ ആണെങ്കിൽ ലയോഫിലിക് പറയും. ലയോഫോബിക് സോൾ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഹീറ്റിംഗ് ആണെങ്കിൽ അതിനെ ലയോഫോബിക് സോൾ എന്ന് പറയാറുണ്ട്. ഇനി അടുത്ത മാക്രോമോളിക്കുലർ കൊളോയിഡ്സ് ആണ്. മാക്രോമോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ലാർജ് ഇനഫ് ടു ബി കൺസിഡർഡ് ആസ് കൊളോയിഡ്. അത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കൊളോയിഡ്സ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ അതിനെ മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയാം. ഇനി മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഫോം ബൈ അഗ്രിഗേഷൻ സ്മോളർ മോളിക്യൂൾസ്. ചെറിയ മോളിക്യൂൾസ് ഒരുമിച്ച് കൂടിക്കൊണ്ട് അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന പാർട്ടിക്കിൾസിനെ മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയാം. ഇനി മൈസെൽസ് ഫോർമേഷൻ ആണ്. മൈസെൽസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സബ്സ്റ്റൻസ് വിച്ച് ബിഹേവ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ് അറ്റ് ലോ കോൺസെൻട്രേഷൻ get associated at higher concentration to form micelle. മൈസലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മൈസൽ ഫോം ചെയ്യുന്ന സോപ്പിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ആ സബ്സ്റ്റൻസ് നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടായിരിക്കും അറ്റ് ലോ കോൺസെൻട്രേഷൻ, പിന്നെ അതിന് ശേഷം ഹയർ കോൺസെൻട്രേഷനിൽ പോകുന്ന സമയത്ത് അസോസിയേറ്റഡ് ആവും. അങ്ങനെയാണ് മൈസെൽസ് ഫോം ചെയ്യുന്നത്. ഇനി ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ആണ്. എന്താണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ആർക്കാണ്. ഇറ്റ് ഇസ് സ്റ്റക്ക് ബിറ്റ്വീൻ ടു മെറ്റാലിക് ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓഫ് വാട്ടർ. ആദ്യം എന്താവുന്നു? ഇലക്ട്രിക് ആർക്കിനെ എന്ത് ചെയ്യുന്നു? ടു മെറ്റാലിക് ഇലക്ട്രോഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു കുറച്ച് കണ്ടെയ്നേഴ്സ് ഓഫ് വാട്ടറിൽ. അതിനുശേഷം മെറ്റൽ ഇൻടു വേപ്പറായി മാറും. മെറ്റലിനെ നമുക്ക് വേപ്പറായി മാറ്റാൻ പറ്റുന്നു. ദെൻ കണ്ടൻസ് ഇൻ കോൾഡ് വാട്ടർ വിത്ത് അതുപോലെ തന്നെ ഫോം കൊളോയിഡ് സൈസ് പാർട്ടിക്കിൾസ്. ഈ രീതിയിലാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേഷൻ പ്രോസസ് ആണ്. നമുക്കറിയാം സ്മോൾ മോളിക്യൂൾസ് ആൻഡ് അയോൺസ് സെപ്പറേറ്റഡ് ഫ്രം ലാർജ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ കൊളോയിഡ്സിൽ നിന്ന് നമ്മൾ സ്മോൾ മോളിക്യൂൾസിനെ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേഷൻ പ്രോസസ്സിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ യൂസസ് ഇലക്ട്രിക്കലി ചാർജ് മെംബ്രെയിൻ ടു സെപ്പറേറ്റ് അയോൺസ് ഫ്രം അക്വ സൊല്യൂഷൻ. അക്വ സൊല്യൂഷനിൽ നിന്നും അയോൺസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കലി ചാർജ് മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഇലക്ട്രോ ഡയാലിസിസ് എന്നാണ്. അതുപോലെ തന്നെ കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട് അത് ഹെട്രോജീനിയസ് ആയിരിക്കും, ഒരുപോലെ ആവരുത്, ഡിഫറെന്റ് ആയിരിക്കും. അത് ഹെട്രോജീനിയസ് ആണ്. ബ്രൗൺ ലൈൻ മൂവ്മെന്റ് ആയിരിക്കും. ബ്രൗൺ ലൈൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ആയ മൂവ്മെന്റ് ആയിരിക്കും. ഇങ്ങനെ എന്നുള്ള സിക്സ് ആയ മൂവ്മെന്റ് ആയിരിക്കും. പിന്നെ ടിൻഡൽ എഫക്റ്റ് ആണ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ലൈറ്റ് ഇലുമിനേറ്റ് ആയി പോകും. ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കഴിവിനാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്നതൊക്കെ എന്താണ്? കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത് ഇലക്ട്രോഫോറോസിസ് ആണ്. ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടുവേർഡ്സ് കാത്തോഡ് ഓർ ആനോഡ്. കാത്തോഡിലേക്കോ ആനോഡിലേക്കോ മൂവ് ചെയ്യാനുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഒരു ടെൻഡൻസി നമുക്ക് ഇലക്ട്രോഫോറോസിസ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കോഗുലേഷൻ ആണ്. കോഗുലേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ്മെന്റ് എല്ലാം കഴിഞ്ഞ് സെറ്റിൽ ആവുന്ന അതിനെയാണ് നമ്മൾ കോഗുലേഷൻ എന്ന് പറയാം. അത് 3 തരത്തിലുള്ള മെത്തേഡ്സ് ആണ് വരുന്നത്. ഇലക്ട്രോഫോറോസിസും നേരത്തെ നമ്മൾ പറഞ്ഞ ഇലക്ട്രോഫോറോസിസ്, ദെൻ മിക്സിംഗ് ടു ചാർജ്ഡ് പാർട്ടിക്കിൾസും ടു ചാർജ് സോൾസും അതുപോലെ ബോയിലിംഗ്. ഇങ്ങനെ 3 കേസിലാണ് കോഗുലേഷൻ നടക്കുന്നത്. അടുത്ത റോൾ ഓഫ് എമൾസിഫയർ ഇൻ എമൽഷൻ. നമ്മൾ എമൽഷൻ പെയിൻസ് എന്ന് പറയാറുണ്ട്. അപ്പൊ എമൽഷൻ എന്ന് പറയുന്ന എമൽഷനിൽ എമൾസിഫയർ റോൾ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് എമൾസിഫയറുടെ റോളായിട്ട് പറയാം. ഫൈനലി പറഞ്ഞ നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസ് പറഞ്ഞാൽ മെറ്റീരിയൽസ് പ്രോസസിങ് അറ്റ് മിനിമം, വളരെ കുറവ് രീതിയിൽ പ്രോസസ് ചെയ്യുന്നതാണ് നാനോ മെറ്റീരിയൽ. വൺ എക്സ്റ്റേണൽ ഡയമെൻഷൻ മെഷറിംഗ് 1